രക്തസാക്ഷി ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വെടിയേറ്റുമെടുത്ത് മഹാത്മാഗാന്ധി വെടിയേറ്റുമെടുത്ത ദിവസമാണ് ഇന്ന്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ധരിച്ച എല്ലാ മഹാത്മാക്കളെയും നമ്മൾ ഈ സമയം ഓർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിച്ച് പെട്ടെന്നുള്ള അപകടങ്ങൾ വഴിയും പെട്ടെന്ന് രോഗങ്ങൾ വഴിയും നമ്മളോട് ഇപ്പോൾ ജീവിച്ചിട്ടില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ഓർക്കുകയാണ്. ഈ സമയം അവരുടെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം മൗനപ്രാർത്ഥന നൽകാം. വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ അസംബ്ലി ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ സ്കൂളിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഈ മുറ്റത്ത് നിന്നവരും കളിച്ചവരും ഈ സ്കൂളിൽ പഠിച്ചവരുമായ വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് സമൂഹത്തിലെ നല്ല വ്യക്തികളായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും അവർക്ക് ഈ സ്കൂളിനോട് ഈ സ്കൂളിലെ അധ്യാപകരോടുള്ള അധ്യാപകരെ മറന്നു ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ സംസ്കാരവും വിദ്യാഭ്യാസവും അടിസ്ഥാന എല്ലാ സൗകര്യങ്ങളും ഒക്കെയാണ് അവരെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സ്കൂളിനോടുള്ള നന്ദിയും സ്നേഹവും അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇന്നും അവർക്കിവിടെ വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോയാലും നമ്മളെ ഏതവസ്ഥയിൽ എത്തിച്ചേർന്നാലും ഏത് ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നാലും നമ്മളെ സഹായിച്ചവരെയും നമ്മൾ പഠിച്ച സ്ഥാപനത്തെയും പഠിപ്പിച്ച അധ്യാപകരെയും മറന്ന് ജീവിക്കരുത് എന്നുകൂടെ നിങ്ങൾക്കൊരു നല്ല സന്ദേശമാണ് ഈ പരിപാടിയിൽ കൂടി അവർ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇതേപോലെ അടുത്ത വർഷവും ചെല്ലുന്നുണ്ട് സമ്മാനം. ഈ സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണം. എപ്പോഴും നമ്മുടെ ഇതിനുള്ള കാര്യങ്ങൾ മറന്ന് ജീവിക്കരുത്. എപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും അധ്യാപകരെ കുറിച്ചും നമ്മളെ സഹായിച്ച എല്ലാവരോടും ഉള്ള നന്ദി നിങ്ങൾ കാണിക്കണം എന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പരിശ്രമിച്ച എല്ലാവരോടും പൂർവ്വ വിദ്യാർത്ഥികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോയാലും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാ ആഗ്രഹം നിങ്ങൾ മാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.